നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം പലപ്പോഴും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോകുന്നുണ്ട്. ഈ ലോകത്തിൽ നമ്മളെ വേർതിരിച്ച് ദൈവമക്കളാക്കി തീർത്ത് ദൈവികമായ ഒരു യാത്രയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് കർത്താവിൻ്റെ മുമ്പാകെ ഏകാഗ്രതയോടെ ആയിരിക്കാനായിട്ട് കഴിയുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം ഹൃദയംഗമായിട്ടല്ല അത് ചെയ്യുന്നത്. അന്ത്യകാലത്ത് ഒരു ലക്ഷണം പറയുന്നത് ആൾക്കാർ ബാഹ്യന്മാരായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളൊരു തലത്തിൽ ജീവിക്കും, ആന്തരികമായിട്ട് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകത്തില്ല. അല്ലേ, ഇത് നമ്മൾ രാവിലെ 3 പാട്ടുകൾ പാടി. ഞാനിങ്ങനെ ശ്രദ്ധിക്കരുത്, ആ 3ഉം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പാട്ടുകളാണ് പാടിയത്. ആദ്യം 700-ാമത്തെ പാട്ടാണ് പാടിയത് അല്ലേ. അതിൻ്റെ ആദ്യത്തെ ലൈനുകളിൽ എന്താ പറയുന്നത്? അത്രേ പാട്ട് ദിവസവും തരുമോ? എഴുന്നൂറാമത്തെ പാട്ടിൽ നമ്മൾ പാടിയൊരു കാര്യം, അതിൻ്റെ ആദ്യം പാടിയപ്പം തന്നെ അതിൻ്റെ 3-4 ലൈന് കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. അവസാനം 4-ാമത്തെ ചാൻസിൻ്റെ അവസാനത്തെ 2 ലൈൻ നമ്മളിങ്ങനെ പാടിയ, അന്തികയുള്ളതിനാൽ അന്ത്യം വരെയും മതിയാ. അപ്പം കർത്താവ് നമ്മുടെ കൂടെ നടക്കുകയും കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യുന്നു എന്നാണ്. 2-ാമത് പാടിയ പാട്ടിൽ 63-ാമത്തെ പാട്ട്, അതിൽ 3-ാമത്തെ ചാൻസിൽ നമ്മളിങ്ങനെ പാടിയേ, അതിൻ്റെ അവസാനത്തെ 2 ലൈൻ, താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ച് ജീവപാത എന്നും ഓടും ഞാൻ. അതിനുശേഷം നമ്മൾ പാടിയത് 155-ാമത്തെ പാട്ടായിരുന്നു അല്ലേ. അവിടെ 1-ാമത്തെ ചാൻസയുടെ അവസാന ഭാഗത്ത് നമ്മളിങ്ങനെ പാടി, ആണിപ്പാടുള്ള തൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. 2-ാമത്തെ ചാൻസയുടെ അവസാനത്തെ 2 ലൈൻ നമ്മളതാ പാടി, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ഇന്നലെ ഇങ്ങനൊരു വീഡിയോ കാണാനിടയായി തീർന്നു. മേപ്പാടിയിൽ നടന്നൊരു സംഭവമാണ്. മേപ്പാടി ജംഗ്ഷനിൽ സൈഡിലൊരു ഓട്ടോ കൊണ്ട് നിർത്തി. അതിനകത്ത് ഒരു 3-4 വയസ്സുള്ള കൊച്ചുണ്ട്, എനിക്ക് തോന്നുന്നൊരു 10-17 വയസ്സുള്ള വേറൊരു പയ്യനുണ്ട്, വേറെ ആയിരിക്കും ഉണ്ട് ഓട്ടോയ്ക്കുള്ളിൽ. ആ ഓട്ടോ കൊണ്ട് നിർത്തി. ഈ കൊച്ചൊരു സൈഡിലായിരുന്നു. അവൻ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ആടി, പുറകിൽ കൂടെ ഒറ്റ ഓട്ടോ റോഡിലോട്ട്. പെട്ടെന്നൊരു ഓട്ടോ വരുന്നു. ഈ 10-17 വയസ്സുള്ള പയ്യൻ പുറകെ ഉണ്ട്. അവന് പിടി കിട്ടുന്നതിന് മുമ്പ് ഓട്ടോ കുഞ്ഞിനിട്ടിടിച്ച് കുഞ്ഞ് വീണു. ആ ഓട്ടോയുടെ ബാക്ക് വശം മറ്റേ പയ്യനിട്ടിടിച്ച് അവനും വീണു. നമ്മളും ആ കൊച്ചിനെ പോലെയാണ്. നമ്മൾ പാടിയതെന്താ? താഴ്ത്തി നിൻ കരത്തിൽ വെച്ച് ജീവപാത ഓടും. അപ്പം നമ്മൾ ശരിക്കും കർത്താവ് നമ്മളെ പിടിക്കേണ്ടതാണ്. നമ്മളതാ പറഞ്ഞത് അല്ലേ. ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ പ്രശ്നം, നമ്മൾ പലപ്പോഴും ആ കരം പിടിക്കാൻ സമ്മതിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഓടാറുണ്ട്. അതിൻ്റെ അനന്തരഫലമായിട്ട് എന്താ സംഭവിക്കുക? പലപ്പോഴും മരണം വരെ സംഭവിക്കുക. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മുഴുവൻ എന്താ? നമ്മൾ ആ 2-ാമത്തെ പാട്ടിൽ 3-ാമത്തെ പാട്ടിൽ പാടി പോലെ, താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ച്. താഴ്ത്തി എങ്ങനെയാണ് കരത്തി വെക്കുന്നത്? നമുക്കറിയാം, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ളവരാണ്. നമ്മളവരെ കയ്യെ പിടിച്ചുകൊണ്ടും പോകുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കടയെ കണ്ടാൽ അവരെന്ത് ചെയ്യും? നമ്മളെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ നോക്കും. അപ്പം നമ്മൾ വിടുകയല്ല, നമ്മൾ മുറുകെ പിടിക്കും. ഈ താഴ്ത്തി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കിഷ്ടപ്പെട്ട കണ്ടാൽ നമ്മൾ വലിക്കത്തില്ല. നമ്മളെന്തു പറയും? എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവേ, എൻ്റെ പിതാവേ, നിൻ്റെ ഇഷ്ടം മാത്രം
മതി. അവിടെ കർത്താവ് നമ്മളോട് കൂടെ സന്തോഷത്തോടെ നടക്കാൻ കഴിയും. പക്ഷെ നമ്മൾ പലപ്പോഴും കർത്താവിനെ വലിക്കുന്നവരെ പോലെയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയപ്പം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതി. ഗലാത്യ ലേഖനം 2-ാം അധ്യായം. നമ്മൾ മിക്കപ്പോഴും ചിന്തിക്കുന്നൊരു വചനമാണ്. അതിൻ്റെ ആഴത്തിലേക്ക് പോകും തോറും അതിൻ്റെ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 19-20 വാക്യങ്ങൾ. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ദൈവത്തിനായി ജീവിക്കേണ്ടതിന്. ഇപ്പം ദൈവത്തിനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? നമുക്കായി തന്നെ ജീവിക്കാൻ കഴിയും, ദൈവത്തിനായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പം നമുക്കായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ കഴിയും. ഇനി ദൈവത്തിനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാലോ, ദൈവത്തിൻ്റെ ഇഷ്ടവും ആഗ്രഹവും ഉദ്ദേശവും ഒക്കെ ആയിരിക്കും നമ്മുടെയും ലക്ഷ്യം. നമ്മൾ താഴ്ത്തി കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചവരാണെങ്കിൽ എപ്പോഴും ദൈവം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്? ദൈവേഷ്ടത്തിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഒരു ഇഷ്ടമുണ്ട്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പാടുന്ന പോലെ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ സമ്പൂർണ്ണമാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ഈ ഒരു സമർപ്പണത്തിൻ്റെ യാഗപീഠത്തിലായിരിക്കുന്നിടത്ത് മാത്രമേ ദൈവേഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്കറിയാം, നിരന്തരം ദൈവത്തിനെതിരായിട്ടുള്ള വലി നമ്മുടെ ഉള്ളിലുണ്ട്, ഇല്ലേ? നമുക്കെല്ലാം കാണാനായിട്ട് കഴിയുമത്. പാപത്തിലേക്കുള്ള, സ്വന്തം ഇഷ്ടത്തിലേക്കുള്ള നിരന്തരമായൊരു വലിയുണ്ട്. അവിടെയാണ് നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത്. ക്രൂശിൻ്റെ ഉദ്ദേശം ആ ഒരു തലത്തിലാണ് സംഭവിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ഗലാത്യ ലേഖനം 3:1 പിതാവായ ദൈവത്തെങ്കിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവായതിൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന്. ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമുക്ക് ആ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സത്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവഹിതപ്രകാരം ഒരു ജീവൻ നയിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 യോഹന്നാൻ 5:19 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഗലാത്യനിൽ നമ്മളെന്താ വായിച്ചത്? ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മളെ വിടുവിക്കേണ്ടതിന്. ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകമെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ കാര്യത്തിൽ വ്യക്തതയുണ്ട്. നമ്മുടെ ശത്രുക്കളെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ 3 ശത്രുക്കളുണ്ടെന്നാണ് പറയുന്നത്. ലോകം, ജഡം, പിശാച്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ ലോകമെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഈ ലോകത്തിൻ്റെ മോഹത്തിൽ നിന്നെല്ലാം എന്നെ രക്ഷിക്കണം. പക്ഷെ എന്താ നമ്മൾ അറിയാണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? ലോകമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ നമ്മൾ 5:19 വായിച്ച സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഇപ്പം ദൈവം സൃഷ്ടിച്ചപ്പം ദൈവത്തിൻ്റെ അധീനതയിലുള്ള ഒന്നായിട്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ച്, അല്ലേ? എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചു? ആദാമിനെ ഏൽപ്പിച്ചു, അല്ലേ? ആദാമിനോട് എന്താ പറഞ്ഞത്? തോട്ടം സൂക്ഷിപ്പാനും തോട്ടത്തിൽ വേല ചെയ്യും. തോട്ടം സൂക്ഷിക്കാൻ എവിടുന്നാണ് സൂക്ഷിക്കേണ്ടത്? എവിടുന്നായിരുന്നു ഈ തോട്ടത്തെ ആദാം സൂക്ഷിക്കേണ്ടത്? സാത്താനിൽ നിന്നായിരുന്നു. സാത്താൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു ദൈവം സൃഷ്ടിച്ച ഈ പുതിയ വ്യവസ്ഥിതിയെയും തൻ്റെ അധീനതയിലാക്കാനായിട്ട്. ആദാമിനെ ഏൽപ്പിച്ച്, അങ്ങനെ നീ ഏൽപ്പിച്ചു കൊടുക്കരുത്, നീ ഇത് ദൈവത്തിൻ്റെ അധീനതയിൽ തന്നെ സൂക്ഷിക്കണം. പക്ഷേ അവരെന്ത് ചെയ്തു? ആ കാര്യത്തിൽ അവിശ്വസ്തരായി തീർന്നു.
ആ വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്തായിരുന്നു? ദൈവകൽപ്പനയാലാണ് അത് നിയന്ത്രിക്കപ്പെടുന്നത്. സാത്താൻ്റെ വ്യവസ്ഥിതിയുടെ പ്രത്യേകത എന്താ? സാത്താൻ്റെ ഇഷ്ടം പോലെ അത് നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പം ആദാം ചെയ്തൊരു പ്രവൃത്തി ദൈവകൽപ്പന ലംഘിക്കുക വഴി സാത്താൻ്റെ അധീനതയിലേക്ക് അത് തന്നെത്താൻ ഏൽപ്പിക്കപ്പെട്ടു കൊടുത്തു. അപ്പം ആ ഒരു വ്യവസ്ഥിതിയുണ്ട്, സാത്താൻ നയിക്കുന്നൊരു വ്യവസ്ഥിതി. നമ്മളെയും നാം അത് തിരിച്ചറിയണം. നമ്മുടെ ജഡത്തിലുള്ളതെല്ലാം ആരുടേതാ? സാത്താൻ്റെയാണ്. ജഡത്തിലുള്ളതെല്ലാം സാത്താൻ്റെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞ് എന്നിൽ എന്ന് വെച്ചാൽ ജഡത്തിൽ ഒരു നന്മയും, ജഡത്തിലുള്ളതെല്ലാം. പിണക്കം ആരുടേതാ? മത്സരം ആരുടേതാ? ശാഠ്യം, കയ്പ്, ദുർമോഹങ്ങൾ, അനുസരണക്കേട്, ഇതെല്ലാം ആരുടെയാണ്? ഇതെല്ലാം സാത്താനിലുള്ള കാര്യങ്ങളാണ്. അപ്പം ആ ഒരു വ്യവസ്ഥിതിയുണ്ട്. സർവ്വലോകവും ആ വ്യവസ്ഥിതിക്കനുസരിച്ചാണ് പോകുന്നത്. നമ്മളെപ്പോഴെങ്കിലും ആ വ്യവസ്ഥിതിയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്ത് പറ്റും? യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, യാക്കോബ് ലേഖനത്തിൽ, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, വ്യഭിചാരിണികളായുള്ളവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിൻ്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. കാരണം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി സാത്താന്യമാണ്. അപ്പം നമ്മൾ ലോകത്തെ സ്നേഹിക്കുക, അല്ലെ ലോകത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നമുക്കറിയാം, അതിന് വിരുദ്ധമായ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയാണ്. ഈ ലോകരാജ്യത്തിൻ്റെ വ്യവസ്ഥയുണ്ട്, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയുണ്ട്. ലോകരാജ്യത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ട്, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. അപ്പം നമ്മളെ ദൈവം ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് എന്തിനാ? ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രമാണത്തിൽ ജീവിക്കാനായിട്ടാണ്, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ആ ദൈവരാജ്യത്തിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണമാണ്. അതിന് നമ്മൾ ഒത്തിരി ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ലോകത്തിൻ്റെ വ്യവസ്ഥിതി എന്താ? നമ്മളിന്ന് കാണുന്നൊരു കാര്യമുണ്ട്, അധികാരങ്ങൾക്ക് കീഴ്പ്പെടാൻ പാടില്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നില്ലല്ലേ? അധികാരത്തെ എല്ലാം ചോദ്യം ചെയ്യണം, മത്സരിക്കണം, വെല്ലുവിളിക്കണം. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥിതി എന്താ? അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ, നിങ്ങൾ ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖന്മാർക്കൂടെ കീഴ്. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ അതാ. അപ്പം നമ്മുടെ ജഡത്തിലുള്ള പ്രത്യേകത എന്താ? മൂർഖന്മാർക്ക് കീഴടങ്ങ് നമുക്കിഷ്ടമാണോ? അല്ല. ശാന്തനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാ പല സൗകര്യമാരും പറയുന്നത്, അല്ലേ? അങ്ങനല്ലേ? ഇപ്പം ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്ന ഉടനെ സൗകര്യമാരുടെ ഉള്ളി വരുന്ന ചിന്ത എന്താ? എൻ്റെ കെട്ടിയോനോ, അയ്യോ പുള്ളിക്കൊന്നും കീഴടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പറയുന്നത് ഇന്നയാളുടെ കെട്ടിയോനായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലേ? പുള്ളി ഒരു പാവത്താനാ, പുള്ളിക്കായിരുന്നു കീഴടങ്ങായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വിദ്വാൻ, അവന് കീഴടങ്ങാനായിട്ട്. അത് ലോകത്തിൻ്റെ വ്യവസ്ഥിതിയാണ്. ദൈവത്തിൻ്റെ വ്യവസ്ഥിതിക്കുള്ളിൽ എന്താ ഉള്ളത്? മൂർഖനാണേലും ശാന്തനാണേലും കീഴടങ്ങിയിരിക്കുക. അപ്പം നമ്മൾ ഈ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ദൈവത്തിന് വിരുദ്ധമായൊരു മനോഭാവമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. സാത്താൻ നമ്മളെ വഞ്ചിക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, എവിടെയാണ് നമ്മളെ ആദ്യം വഞ്ചിക്കുന്നത്? റോമലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിത്തീർന്നു. ചിന്തയിൽ. അപ്പം നമ്മളെ ഒരു കാലത്ത് ആ ചിന്തയെ നയിച്ചിരുന്നത്, ലോകത്തിൻ്റെ ചിന്ത. ഇന്ന് നമ്മൾ കർത്താവിലേക്ക് വന്നു, ദൈവരാജ്യത്തിൻ്റെ അംശികളായി തീർന്നു. നാം ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിത്തീരുന്നത്. മറ്റേ നമ്മൾ ലോകത്തിൻ്റെ പ്രമാണങ്ങൾ ആചരിക്കുകയും സഭയ്ക്കുള്ളിലായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ദൈവരാജ്യത്തിലാണെന്ന് വിചാരിക്കരുത്. നമ്മളെവിടെയാണ് നേരം? ലോകക്കാർ തന്നെയാണ്. നമുക്കറിയാം ഇന്നത്തെ ലോകത്തിൻ്റെ ഗതി എന്താ? ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ച്, അല്ലെ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണം, അതുകൊണ്ട് ഒരു പ്രമാണം കൊടുത്ത് ആ പ്രമാണത്തിലൂടെ അവൻ ആ ദൈവേഷത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കുക, അല്ലേ? ലോകത്തിലുള്ള സ്നേഹിക്കരുത്. ലോകത്തിൻ്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. എങ്ങനെ നമ്മൾ ലോകത്തിൻ്റെ സ്നേഹിതനായി തീരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ?
ഈ ലോകത്തിൻ്റെ ഗതിക്കും പ്രമാണത്തിനും അനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നുള്ളതാണ്. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവവചനത്തിൽ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പം ബാല്യത്തിലെ നമ്മുടെ ഒരു ചുമതലയാണ് ഈ ലോകത്തെയും ദൈവരാജ്യത്തെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ എല്ലാ ഉള്ളിൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വീണ്ടും ജനിച്ചവരല്ല, ഇനി വീണ്ടും ജനിച്ചെന്ന് അവകാശപ്പെടുന്ന നമ്മൾ പോലും എവിടെ നിൽക്കുന്നത്? നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ ചിന്തകൾ ദൈവത്തിന് അനുകൂലമാണോ എതിരാണോ? നമ്മുടെ ചിന്തകൾ നമ്മളോട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് അറിയിക്കണം, അല്ലേ? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ വിചാരപ്പെട്ടിരിക്കുന്നതിലൊരു സന്തോഷമില്ലേ? താടിക്ക് കൈയൊക്കെ കൊടുത്ത് അങ്ങ് അകലെയോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. അത് ജഡത്തിലെ സുഖമാണ്. അത് സാത്താൻ അകലെ നിന്ന് ഇത് കണ്ടിട്ട് സന്തോഷിച്ച് കൈയൊക്കെ അടിച്ച് കൊള്ളാം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം എന്താ? എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പം നമ്മുടെ ചിന്തകളിലായി പ്രശ്നം കിടക്കുന്നത്. അപ്പം ലോകത്തിൻ്റെ ഗതിയിൽ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും, എപ്പോഴും സന്തോഷിപ്പീൻ. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ ലോകത്തിൻ്റെ ചിന്താഗതികളുണ്ട്, ഇപ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നത്? അല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത്? പക്ഷേ നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ സന്തോഷിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താ? ഇപ്പം ദൈവം എന്നെ കടത്തിവിടുന്ന ഈ വഴി എന്നെ കൂടുതൽ രൂപാന്തരപ്പെടുത്തി തൻ്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്താനാണ്, അല്ലേ? കർത്താവ് നമ്മുടെ മാതൃക. എബ്രായത്തിലാണെന്ന് ഇങ്ങനെ വായിക്കുന്നു, നാം പിന്തുടരുവാൻ അവൻ നമുക്കൊരു, പത്രോസ് ലേഖനത്തിൽ, കാൽച്ചുവടുകളെ നിയമിച്ചിരിക്കുന്നു, അവൻ പോയൊരു വഴി വെച്ചിരിക്കുന്നു. അപ്പം നാം വളരെ ബാല്യത്തിൽ തന്നെ കർത്താവിനെ അറിയുന്നവരാണെങ്കിൽ, കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ ആ ഒരു ബോധ്യം നമ്മളുള്ളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ദൈവരാജ്യത്തിൻ്റെ സത്യങ്ങൾ എവിടുന്ന് ആഗ്രഹിക്കുന്നത്? നമുക്കറിയാം, മനുഷ്യൻ്റെ പ്രത്യേകതയുണ്ട്. കേൾക്കുന്നതാണോ കാണുന്നതാണോ അവരെ കൂടുതൽ സ്വാധീനിക്കുക? കാണുന്ന കാര്യങ്ങൾ, അല്ലേ? കേൾക്കുന്ന കാര്യങ്ങൾ മിക്കവാറും പെട്ടെന്നങ്ങ് മറന്നുപോകും, നമുക്കറിയാതെ. എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അതൊക്കെ മറക്കും. പക്ഷെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കും. അത് വളരെ കാലം നമ്മുടെ ഉള്ളിലിങ്ങനെ കിടക്കും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കാണുക എന്ന് വിചാരിക്കുക. അവർ അയലോകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒച്ചപ്പാടും ബഹളവും, കെട്ടിയവനും കെട്ടിയോളും തമ്മിൽ അടിയും പിടിയും, ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. അവരപ്പം നമ്മുടെ വീട്ടിൽ നോക്കുമ്പം അവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പുറത്തെ ചേടത്തി കെട്ടിയവന് കീഴടങ്ങുകയില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ എൻ്റെ ഭർത്താവിനെ അപ്പനെ കീഴടങ്ങത്തില്ല. പറയുന്നതിനൊക്കെ തറുതല പറയും, മത്സരിക്കും, പിണങ്ങിയിരിക്കും. അപ്പോൾ ഈ കുഞ്ഞിന് ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയത്തില്ല. അതിന് രണ്ടും ഒന്നുപോലെയാണ് തോന്നുന്നത്, അല്ലേ? നമ്മുടെ ഒരു സഹോദരൻ പറയാറുണ്ട്, ഒത്തിരി ക്രിസ്തീയ ഗ്രൂപ്പുകളുണ്ട്, പക്ഷെ അവർക്കെല്ലാം പൊതുവായുള്ളൊരു ഉപദേശമുണ്ട് പണത്തിൻ്റെ കാര്യം വരുമ്പോൾ, അല്ലേ? ഇപ്പോൾ ഒരു കല്യാണം ആലോചിക്കുന്ന ഉടനെ ഏത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരാണേലും, ഇപ്പം വരൻ്റെ കുടുംബക്കാർ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നാ കൊടുക്കും? അങ്ങനല്ലേ ചോദിക്കുക? അങ്ങനെ ചോദിക്കുക. എന്താ ഇതിൻ്റെ കാരണം? എന്താ? പണത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒരു കത്തോലിക്കനാണെങ്കിലും അങ്ങനെ ചോദിക്കുക, ആക്കോക്കാരനാണെങ്കിലും അങ്ങനെ ചോദിക്കുക. എന്താ ഇതിൻ്റെ കാരണം? എന്താണ് മോഹം എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞ് നോക്കുക, അയലോക്കത്തെ വീട്ടിൽ നോക്കുന്നു, നമ്മുടെ വീട്ടിൽ, അവിടെ വീട്ടിലല്ലേ അവൻ്റെ വീട്ടിലും നോക്കുന്നു. അവിടെ ഇവിടെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ആ വ്യത്യാസമുള്ളത് അവർ വേറൊരു പള്ളിയിൽ പോകുന്നു, നമ്മളൊക്കെ വേറൊരു പള്ളിയിൽ പോകുന്നു. പള്ളി രണ്ടാമെന്നുള്ളതല്ലാണ്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നാണ്. അതേസമയം അവനല്ലേ അവൾ നമ്മുടെ വീട്ടിൽ കാണുന്നത് എന്താ? അപ്പന് ഇച്ചിരി പിടിച്ച് ഒച്ചയൊക്കെ ഉണ്ടാക്കിയാലും അമ്മ വളരെ നിശബ്ദയായി ഭയത്തോടെ കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിന് മനസ്സിലാവും, ഇവിടെ എന്തോ ഒരു മാറ്റമുണ്ട്, അവിടെ ഇവിടെ തമ്മിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, അല്ല? ഇവിടെ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയാലും അപ്പൻ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല, സാരമില്ല, പോട്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അപ്പുറത്താണെങ്കിൽ അങ്ങനല്ല, അവിടെ ആകെപ്പാടെ
പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ കൊച്ചിൻ്റെ ഉള്ളിൽ ചോദ്യചിഹ്നം വരും, എന്താ ഇത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. ആ ഒരു വിത്താണ് ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വളർന്നു വന്നിട്ട് അതിനെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നത്, അല്ലേ? ഇപ്പം നമുക്കറിയാം, നാം മുമ്പ് നടന്നത് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പോഴോ വചനമനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത്, ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. അതാണ് ഈ വ്യത്യാസം വരുത്തുന്നൊരു കാര്യം. ഇപ്പം നമുക്കറിയാം, ഇന്നത്തെ തലമുറ വളരെ പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നൊരു തലമുറയാണ് നമ്മളായിരിക്കുന്നത്. ഇപ്പോൾ ലോകക്കാരൻ്റെ ഗതി എന്താ, ഇല്ലേ? നമ്മളെല്ലാം പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, നാട് ഓടുമ്പം നടുവേ ഓടണം, ഇല്ലേ? നമ്മുടെ വസ്ത്രധാരണ രീതികളാണേലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു പ്രത്യയശാസ്ത്രത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നാട് ഓടുമ്പം നടുവേ ഓടുക, അല്ലേ? ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പം നടുമുറി തിന്നുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മളാണ് ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് കർത്താവ് വെച്ചിരിക്കുന്നത്. ലോകം നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഉള്ളിലായിരിക്കുന്നിടത്ത് അതിനെതിരായിട്ടൊരു നിലപാടെടുക്കുന്ന ഒരു തലമാണ് സഭ, അല്ലെ ദൈവമക്കളെന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് പോകുന്നൊരു കൂട്ടമാണ് ദൈവസഭ. അപ്പോൾ ആ ദൈവസഭയെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്താ? ഇസ്രായേലിന് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ വ്യത്യസ്തരാക്കി തീർക്കുന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ന്യായപ്രമാണമാണ്, നിങ്ങളത് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ മറ്റോ രാജ്യങ്ങളൊക്കെ എന്തു പറയും? ഇതുപോലെ നല്ലൊരു പ്രമാണം കിട്ടിയ ജാതി വേറെ എവിടെയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ദൈവത്തിങ്കിലേക്ക് കടന്നു വരാനിടയാകും. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവിക പ്രമാണങ്ങളുടെ തലത്തിൽ നിൽക്കാനായിട്ടാണ്. എഫെസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സഭയോടുള്ള ബന്ധത്തിൽ അവിടെ പറയുമ്പം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 22, 23, 24, 25 വാക്യങ്ങളിൽ 26 വാക്യങ്ങളിൽ ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭാര്യമാരെ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങാനല്ല, സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. നമ്മളാ പാടില്ലെന്താ നമ്മൾ പാടിയേ? താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ച് ജീവപാത എന്നും ഓടും എന്ന് പറഞ്ഞാൽ സഭ എങ്ങനെയാ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? താഴ്ത്തി കർത്താവിൻ്റെ കരത്തിൽ വെച്ചിട്ട് എന്താ പറയുന്നത്? ഉള്ളിൽ ശോധനകളില്ലെന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ കയ്യെ പിടിച്ച് പോകുമ്പം അതിനിഷ്ടപ്പെട്ട ഒരു മുട്ടായി തൂങ്ങിക്കിടക്കുന്ന കടയിലോട്ട് നമ്മൾ വലിക്കുന്നത് പോലെ വലിക്കാനുള്ള, കർത്താവിൻ്റെ കരത്തിലിരുന്ന് നമ്മുടെ ഇഷ്ടത്തിലേക്ക് വലിക്കാനുള്ളൊരു പരീക്ഷ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനെ താഴ്ത്തിയിട്ട് ദൈവേഷ്ടത്തിന് വേണ്ടി ആ കരങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെന്താ പറയുന്നത്? എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട കർത്താവ്, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ഒരു ഭാര്യയെ എന്താ പറയണ്ടേ? ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ട്, ഭർത്താവിനും ഇഷ്ടമുണ്ട്. അവിടെ പറഞ്ഞെങ്കിൽ പദപ്രയോഗം ഇങ്ങനെയാണ്, കർത്താവ് ക്രിസ്തു ശരീരത്തിൽ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ. അപ്പം തലയ്ക്ക് എന്തറിയാവുന്നേ? ഏതാണ് ഏറ്റവും നല്ല കാര്യങ്ങളെന്ന്, അല്ലേ? നമ്മുടെ ഉള്ളിൽ മുഴുവൻ അതിന് വിരുദ്ധമായ ചിന്തകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുന്നത്. അപ്പം കർത്താവിനും അറിയാവുന്നത് എങ്ങോട്ടാണ്. ഇല്ല, ഒരു കുടുംബത്തെ നയിക്കേണ്ടത് ആരാ? ഭർത്താവാണ്. കാരണം ഞാനത് പറയുമ്പോൾ ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. ഒരു വീട്ടിൽ രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവും രക്ഷിക്കപ്പെട്ടൊരു ഭാര്യയുണ്ടെന്ന് വിചാരിക്കുക. ശരിക്കും ആ ഭവനത്തെ നയിക്കേണ്ടത് ആരാ അവിടെ? ആരാ? ഭർത്താവാണോ ഭാര്യയാണോ? ഭാര്യ. പക്ഷെ ആ നയിക്കാന്ന് പറയുമ്പോൾ വ്യത്യസ്തമാണ് അത്. അപ്പം നമ്മൾ നയിക്കാന്ന് പറയുന്ന ഉടനെ ചിന്തിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരാൾ വണ്ടി ഓടിക്കുക, അപ്പം നയിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത ആളെ മാറ്റിയിട്ട് നമ്മൾ ഓടിക്കണമെന്നുള്ളതാണ്. പക്ഷേ ദൈവം നയിക്കുമ്പോൾ അങ്ങനെയല്ല നയിക്കുന്നത്. ഒരു ജ്ഞാനമുള്ള ഹൃദയം കൊടുത്ത് നമ്മുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ടു വന്നതല്ല, നമ്മുടെ ചർച്ചിലുള്ള സഹോദരിയായിരുന്നു.
പുറത്തോട്ടാണ് കല്യാണം കഴിച്ചത്, വേറൊരു സഭയിലോട്ട്. അപ്പോൾ സഹോദരിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ജ്ഞാനമുള്ളൊരു സഹോദരിയായിരുന്നു. അപ്പം ആ ഭർത്താവ് പോകുന്ന സഭയിൽ തന്നെ ഈ സഹോദരി സ്ഥിരം പോയിക്കൊണ്ടിരുന്നു, പരാതിയൊന്നും പറയാതെ പോയിക്കൊണ്ടിരുന്നു. ഒരിക്കലൊരു മീറ്റിംഗ് വന്നപ്പം ഈ സഹോദരി പുള്ളിയോട് ചോദിച്ചു, ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ട്, നമുക്കൊന്ന് പോയാലോ? അപ്പം പുള്ളി പറഞ്ഞു, ശരി, ഒരു പ്രാവശ്യം പോവാം, പക്ഷേ ആ സഭയിൽ ചേരാൻ നീ എന്നോട് പറഞ്ഞേക്കല്ലെന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞില്ല, ഞാൻ പറയത്തില്ല. അങ്ങനെ ആ മീറ്റിങ്ങിൽ പോയി. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പം ഈ സഹോദരൻ പുള്ളിയോട് പറഞ്ഞില്ല, ഞാൻ ഈ സഭയിലേ പോകുന്നുള്ളെന്ന് പറഞ്ഞു. അതേസമയം തിരിച്ച് നമുക്ക് പ്രതികരിക്കാം, അല്ലേ? ഞാൻ എന്നും നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്നില്ല, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വന്നാൽ എന്താ? ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാം. പക്ഷേ ആ ദൈവിക ജ്ഞാനത്തിൽ ആ സഹോദരി ചെയ്യാതിരുന്നതിൻ്റെ അനന്തരഫലമായിട്ട് ആ സഹോദരനും ഈ സഭയിലോട്ട് കടന്നു വരുന്നതിനിടയായി തീർന്നു. അപ്പോൾ ആ സഹോദരി ശരിക്കും എങ്ങനെയാണ് നയിച്ചേ? പുറമേ നോക്കിയാൽ ആർക്കും തിരിച്ചറിയത്തില്ലാത്ത രീതിയിൽ ആന്തരികമായൊരു നയിപ്പാണ് നയിച്ചേ. പലപ്പോഴും നമുക്ക് വരുന്നൊരു കുഴപ്പം, നമ്മൾ നയിക്കുക എന്ന് പറഞ്ഞാണ് നമ്മുടെ ചിന്ത. ഇനിയും തൊട്ടെല്ലാം ഞാനിങ്ങ് ഏറ്റെടുക്കുക, ഞാൻ പറയുന്ന കേട്ടെൻ്റെ പുറകെ പോകണം എന്നുള്ള ചിന്തയാണ് നമുക്ക് വരുന്നത്. ഞാൻ നയിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശം ആത്മീയ വെളിച്ചം കിട്ടിയ ഒരാളാലാണ് ആ ഭവനം നയിക്കപ്പെടുന്നത്. പക്ഷേ നയിക്കുന്നത് ബാഹ്യതലത്തില്ല, ആന്തരിക തലത്തിലാണ്. കീഴടങ്ങിയിരുന്നുകൊണ്ട്, അനുസരിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് നയിക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നയിക്കാമെന്ന് കേൾക്കുന്ന ഉടനെ നമ്മൾ പറയും, നിങ്ങളിനി ഞാൻ പറഞ്ഞ കേട്ടാൽ മതി, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല. അങ്ങനല്ല, ദൈവിക നയിക്കൽ അങ്ങനല്ല. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അപ്പോൾ സഭ എങ്ങനെയാണ് ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത്? നമ്മളതുകൊണ്ടാണ് പാടുന്നത്, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. അപ്പം കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. സഹോദരനാ തല, അല്ലെ ഭർത്താവാ തല. അപ്പോൾ ആ ഭാര്യ എന്ത് ചെയ്യണം? സ്വന്തം ഇഷ്ടത്തിന് മരിക്കുന്ന വഴിയാണ് ഭർത്താവിന് കീഴടങ്ങിയിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ വാശി പിടിക്കുന്നു, അവിടെ എന്ത് ചെയ്യും? ആ തലയിൽ നിന്ന് നമ്മൾ വേർപെടുന്നതിനിടയായി തീരും. തുടർന്ന് അടുത്ത വാക്യം, 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? റോമലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യയിലേക്ക് നോക്കുമ്പം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, അല്ലേ? മുള്ളും പറക്കാരിയൊക്കെ നിറഞ്ഞൊരു തോട്ടം പോലെയാണ്. അടുത്ത് പോലും ചെല്ലത്തില്ല, അടുത്ത് ചെന്നാൽ കുത്തു കിട്ടും. നമ്മളങ്ങനെ ആയിരുന്നു. നമുക്ക് കർത്താവ് എന്ത് ചെയ്തു? തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അപ്പം ദൈവസ്നേഹത്തെക്കുറിച്ച് അതാ പറഞ്ഞു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. കർത്താവ് എന്ത് വിശ്വസിച്ചു? ഈ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും, രൂപാന്തരപ്പെടും എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മൾ യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ സന്തതിയെ കണ്ട് ദീർഘായുസ് പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പാടാറില്ലേ, എന്നെ നേടിയ സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ച് മരിച്ച നാഥനെ എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് അങ്ങനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. അവരെ നേടാനായിട്ട് എന്തൊക്കെയാണ് സഹിക്കേണ്ടിയേ? നമ്മളെ നേടാനായിട്ട് കർത്താവ് എന്തൊക്കെയാണ് സഹിച്ചേ? നിന്ന, പഴി, ദുഷി, അപമാനം, അല്ലേ? അത് മാത്രമേ ഉള്ളൂ. അതിന് പുറത്ത് അടിയേറ്റു, തുപ്പലേറ്റു, അപമാനിക്കപ്പെട്ടു, എല്ലാവരാലും കൈവിടപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഒരു വിശ്വാസത്താൽ, സ്നേഹത്തിൻ്റെ വിശ്വാസത്താലാണ്. ഇപ്പം നോക്കിയാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, അല്ലേ? മുന്നേ നിൽക്കുന്നത് എന്താ? മത്സരം, ശാഠ്യം, കയ്പ്, വെറുപ്പ്, പക. ആരെ കണ്ടാലും ഭർത്താവിൻ്റെ കുറ്റം പറയും. അയ്യോ, അത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഇതുപോലെയൊരു ദുഷ്ടൻ. അത് കേൾക്കുമ്പം നമുക്കെന്താ തോന്നുന്നേ? നമ്മൾ പല്ലിറുമ്പുകയാണോ അതോ നമ്മളെ തന്നെ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? നമ്മളും അങ്ങനെ ആയിരുന്നു. കർത്താവിൻ്റെ ശത്രുക്കളായി, കർത്താവിൽ നിന്ന് അകന്നു പോയപ്പം
കർത്താവ് നമ്മുടെ പിന്നാലെ വരിക ചെയ്ത്, അല്ലേ? അപമാനിക്കുകയും, നമ്മൾ തിരിഞ്ഞ് കർത്താവിനെ എന്തൊക്കെയാണ് ചെയ്തേ? കർത്താവിനെ കുറിച്ചെല്ലാം ദൂഷണവും പറഞ്ഞ് അപമാനിക്കുകയും നിന്ദിക്കുകയും പഴിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തിട്ടും കർത്താവ് നമ്മളെ തേടി വന്നു നമ്മൾ വായിക്കുന്നു. കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു മർമ്മമാണ് കേട്ടോ, അല്ലേ? കർത്താവ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇതൊരു മർമ്മമാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അനന്തരം അങ്ങനെ ഒരു ഭാര്യയുടെ പുറകെ നടക്കുമ്പോൾ നമ്മളിൽ ഭർത്താവിൽ എന്താ സംഭവിക്കുക? രൂപാന്തരം, ശുദ്ധീകരണം, നമ്മുടെ ആന്തരിക തലത്തിൽ വലിയ അളവിൽ നമ്മൾ അന്നേരം അങ്ങനാണ് ആരോട് അനുരൂപപ്പെടുന്നത്? കർത്താവിനോട് അനുരൂപപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഭാര്യയുടെ പിന്നാലെ നടക്കുമ്പം നമ്മുടെ ഉള്ളിലുള്ള സാത്താന്യമായ പ്രതികാരം ചെയ്യാനുള്ള, തിരിച്ചടിക്കാനുള്ള, വെറുക്കാനും പകയ്ക്കാനും കൈപ്പൊടിക്കാനുമുള്ള ആ ആത്മാവിനെ നമ്മൾ കണ്ടെത്തുന്നു. ഇല്ലേ? കർത്താവിൻ്റെ ഉള്ളിൽ ഇതൊന്നുമില്ലായിരുന്നു. എന്നിട്ടും കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഇതാ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. മറ്റൊരു സ്നേഹമുണ്ട്, ഇല്ലേ? നമ്മൾ പറയുന്നതെല്ലാം കേട്ടനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്ന ഒരാളോട് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്നൊരു സ്നേഹമുണ്ട്. ഇപ്പം നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ വായിക്കും, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. നിങ്ങളുടെ ശത്രു എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമുക്കെത്ര ശത്രുവുണ്ട്? ദൈവത്തിൽ എത്ര ശത്രുവുണ്ട്? ഒറ്റ ശത്രുവുള്ളൂ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. മനുഷ്യന്മാരൊക്കെ നമ്മുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ? മിത്രങ്ങളാണ്. നമുക്കൊറ്റ ശത്രുവേ ഉള്ളൂ, സാത്താൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ശരിക്കും എന്താ? അതിൻ്റെ അർത്ഥം നമ്മളോട് ശത്രുതയോടെ പെരുമാറുന്നവരെ. പലപ്പോഴും നമ്മുടെ ഭാര്യമാരെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും, നമ്മളോട് ശത്രുതയോടെ, വെറുപ്പോടെ, പകയോടെ, ഇല്ലേ? ഇപ്പോൾ നമ്മളോട് പിണങ്ങിയിരിക്കുമ്പം നമുക്ക് ഭക്ഷണം കൊണ്ട് വരിക, മേശയുടെ അങ്ങേയറ്റത്ത് നിന്നിട്ട് ഇതേ കിടക്കുന്നെന്നും പറഞ്ഞ് ഇങ്ങനെ വിടുമ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നൊരു ഉയർച്ചയുണ്ട്, അതെടുത്ത തലയിലും കമത്താൻ, അല്ലേ? അന്നേരം നമ്മളെ തന്നെ കാണുന്നത്. ശോധനകളുടെ ഉദ്ദേശം എന്താ? നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മളെ കാണിക്കാനാണ്. ഇപ്പം കർത്താവിനോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ തലയിൽ മുൾക്കീഴിലും വെച്ച് അടിച്ചിട്ട് അവൻ്റെ കണ്ണ് കെട്ടി അവൻ്റെ മുഖത്ത് തുപ്പി അവനെ അടിച്ചു. നിന്നെ അടിച്ചാരെന്ന് പറയാൻ പറഞ്ഞു. കർത്താവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അല്ല, ഒറ്റ വാക്കിൽ അവസാനം പ്രതികരിച്ച് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ അവരോടൊന്നും കർത്താവിൻ്റെ ഉള്ളത്തിൽ വെറുപ്പൊന്നുമില്ലായിരുന്നു. എന്തേ ഉണ്ടായിരുന്നുള്ളൂ? സ്നേഹമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പരീക്ഷകളിലെല്ലാം നമ്മളെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ ചിന്തിക്കാറുണ്ട്, ഈ സഹോദരിമാരുടെ പ്രത്യേകത ഭൂരിപക്ഷം പേരും ഈ ആത്മീയ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് വളരെ താമസിച്ച, പക്വത വരുന്നത് ഒത്തിരി താമസിച്ച. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ജീവിക്കുമ്പം ഭർത്താക്കന്മാരുടെ ഉള്ളിൽ ഈ ക്രൂശ് എപ്പോഴും ക്രൂശിലല്ലെങ്കിൽ സംഗതി പശിപ്പോവും. ഒരു നിമിഷം ശ്രദ്ധ പതറി ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ ആകപ്പാടെ എല്ലാം കൂടെ കുളവാക്കി കളയും. എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഏത് സാഹചര്യത്തിൽ എന്തേ വരാൻ പാടുള്ളൂ? നമ്മൾ ഇന്നലെ ചിന്തിച്ച ആ കാര്യം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പം അവിടെ നമ്മൾ പലപ്പോഴും വാസനയാണ്, അല്ലേ? സൗരഭ്യവാസനയൊക്കെയാണ്. സഹോദരന്മാരെ കാണുന്നുണ്ട്, കയ്യൊക്കെ കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് സഹോദരിമാരോടൊക്കെ ഇടപഴകി വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ രക്ഷിക്കപ്പെടാത്ത ഒരാളോടുള്ള ബന്ധത്തിലോ, രക്ഷിക്കപ്പെടാത്തവരുടെ ഉള്ളിലുള്ള വാസന ഏതാ? ആദാമ്യ വാസനയാണ്, ദുർഗന്ധമാണ്. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴും നമ്മളിൽ നിന്നും എന്താ വരുന്നത്? ദുർഗന്ധം വരിക, അല്ലേ? അവർ നമ്മളെ കുറിച്ച് എന്തൊക്കെയോ പറയുകയും പള്ളു പറയുകയൊക്കെ ചെയ്യുന്നു. നമ്മളും തിരിച്ചത് തന്നെ പറയും. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ഒരേ ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും പുറപ്പെടുന്നത്. അപ്പോസ്തലൻ പറഞ്ഞു. നമ്മൾ ഉത്തമഗീതത്തിൽ നിന്നൊരു വാക്യം വായിച്ചിരുന്നു. ഇല്ല, അവിടെ 2 തരം കാറ്റുകളെക്കുറിച്ചാണ് പറയുന്നത്, വടുതിക്കാറ്റും തെന്നിക്കാറ്റും. ആരിലൊക്കെ ബൈബിൾ സ്റ്റഡിയിലൊക്കെ നമ്മൾ വാക്യങ്ങൾ പറയുമ്പോൾ വായിച്ചു നോക്കാറുണ്ട്. അന്നേരം വായിച്ചില്ലെങ്കിൽ പിന്നെ വായിക്കാറുണ്ട്. ഉത്തമഗീതം
സദൃശിവാക്യങ്ങൾ സഭാപ്രസംഗം കഴിഞ്ഞിട്ട് ഉത്തമഗീതം 4-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ് ഉത്തമഗീതം. ആ അതെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വടുതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഊതുക. ഈ വടുതിക്കാറ്റെന്ന് പറഞ്ഞാൽ പ്രതികൂലമാണ്, തെന്നിക്കാറ്റെന്ന് പറഞ്ഞാൽ അനുകൂലമാണ് അല്ലേ? ഇപ്പം ഒരു സഹോദരിയോടുള്ള ബന്ധത്തിൽ വടുതിക്കാറ്റായിട്ട് ആരാ വരിക? മിക്കവാറും ഒരു ഭാര്യയോടുള്ള ബന്ധത്തിൽ ഭർത്താവാണ് വടുതിക്കാറ്റായിട്ട് വരിക. അപ്പോൾ ഏതാ, സുഗന്ധമാണോ ദുർഗന്ധമാണോ നമ്മൾ ഇന്ന് വരുന്നത്? എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കിയേക്കാം. ആ ഒരു മനോഭാവമാണോ അതോ കീഴടങ്ങിയിരിക്കുന്നൊരു മനോഭാവമാണോ? തെന്നിക്കാറ്റാണെങ്കിൽ നല്ല സുഗന്ധമാണ് വരിക അല്ലേ? എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ച് അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വന്ന് നമ്മളോട് വളരെ സ്നേഹമായിട്ടൊക്കെ സംസാരിക്കുമ്പം നമ്മുടെയും തോട്ടത്തിൽ നിന്ന് എന്താ വരുന്നത്? സുഗന്ധം. പക്ഷേ പ്രതികൂലത്തിൻ്റെ കാറ്റ് വരുമ്പോഴാണ്. അപ്പം ഞാൻ നമ്മുടെ ഒരു സഹോദരനെ കുറിച്ച് ഓർക്കാറുണ്ട്. സഹോദരി പല കാര്യങ്ങളും നിർബന്ധം പിടിക്കും. ചെറിയൊരു പനി വരുന്നു തോന്നുന്നു ഉടനെ ആശുപത്രി പോകാനായിട്ട് വഴക്ക് പിടിക്കും. സഹോദരൻ വളരെ ഞെരുങ്ങി ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ആശുപത്രിയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ബൈക്കിനാണ് വരുന്നത്. ചായക്കടയുടെ മുന്നേ എത്തിയപ്പം പറഞ്ഞു ഇന്ന സാധനം മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു എന്നാ ചെയ്യാനാ, ആശുപത്രി കാശെല്ലാം കൊടുത്ത് തീർത്ത് ഇനി ഒരു